പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആനവാല് എന്ന കഥ കേൾക്കൂ. ജമ്പ, എനിക്കൊരു വാൽരോമം തരുമോ? മോളുടെ കുഞ്ഞിന് മോതിരമുണ്ടാക്കാനാണ്. ആനക്കൂട്ടത്തിലെ ഏറ്റവും സാധുവായ കൊമ്പനോട് കരടിയമ്മാവൻ ചോദിച്ചു. കുട്ടിക്കൊമ്പനാം ജമ്പനുണ്ണി, കുഞ്ഞിനു മോതിരം കെട്ടിക്കുവാൻ നല്ലൊരഴകുള്ള രോമം നോക്കി ഒന്നു പിഴുത്തു തന്നിടാമോ? അയ്യോ ചേട്ടാ, എൻ്റെ വാലിൽ ആകെ 2-3 രോമം മാത്രമേ ഉള്ളൂ. ഇതുപോലെ പലരും ചോദിച്ചപ്പോൾ മടി കൂടാതെ കൊടുത്ത് വാലിന്മേൽ രോമം ബാക്കിയില്ലാതായി. ജമ്പൻ സങ്കടത്തോടെ പറഞ്ഞു, എങ്കിൽ സാരമില്ല, ചോദിച്ചെന്നു മാത്രം. കരടി മറുപടി നൽകി. അത് കേട്ടപ്പോൾ വിഷമം തോന്നിയ ജമ്പൻ ബാക്കിയുള്ളതിൽ നിന്ന് ഒരു രോമം പറിച്ച് കരടിക്ക് കൊടുത്തു. നിന്റെ നല്ല മനസ്സിന് നന്ദി. വാലിൽ രോമം വളരാൻ മരുന്നെന്തെങ്കിലും ഉണ്ടോ എന്ന് വൈദ്യരപ്പൂപ്പൻ കരടിയോട് ചോദിക്കാം, കരടി മാമൻ പറഞ്ഞു. അടുത്ത ദിവസം ഒരു കുമ്പിൾ നിറയെ പച്ചമരുന്നുമായി കരടി തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ മരുന്ന് വാലിൽ നല്ലവണ്ണം പുരട്ടണം. ഞാൻ പുരട്ടിത്തരാം. ഉണങ്ങിയ ശേഷം മാത്രമേ കഴുകിക്കളയാവൂ. 2-3 ദിവസത്തേക്കുള്ള മരുന്നുണ്ട്. ബാക്കി ഞാൻ അപ്പപ്പോൾ കൊണ്ടുവന്ന് തരാം എന്നു പറഞ്ഞ് കരടി ആനക്കുട്ടൻ്റെ വാലിൽ മരുന്ന് തേച്ചു കൊടുത്തു. അങ്ങനെ ദിവസവും മരുന്ന് തേച്ച് ഉണങ്ങിയ ശേഷം കൃത്യമായി കഴുകിക്കളയും. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയതിലും ഭംഗിയും ഉറപ്പുമുള്ള കൊച്ചു കൊച്ചു രോമങ്ങൾ ആനക്കുട്ടിയുടെ വാലിൽ മുളച്ചു വന്നു. ഒരു ദിവസം അവൻ നടന്നു പോകുമ്പോൾ പുറകിലൂടെ വന്ന മാൻകുട്ടി പറഞ്ഞു, ഹായ്, എന്ത് രസമാണ് ആനച്ചേട്ടൻ്റെ വാലിലെ രോമങ്ങൾ കാണാൻ. നല്ല നീളവും നിറവുമുള്ള മനോഹരമായ വാൽരോമങ്ങൾ കണ്ട് മാൻകുട്ടി പറഞ്ഞത് കേട്ട് ജമ്പൻ സന്തോഷത്തോടെ വാലു വീശി മുന്നോട്ട് നടന്നു.